വിഗ്രഹം ഇരിക്കുന്നത്. ഈ മെയിൻ വാതിലിലൂടെ നമ്മൾ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വേഷത്തിലായതുകൊണ്ട് ആരെയും നമ്മൾക്ക് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ. ഇവിടെയാണ് നമ്മളുടെ ഓപ്പറേഷൻ നടക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മൾ ഈ കോസ്റ്റ്യൂം എല്ലാം അഴിച്ചു മാറ്റണം. പിന്നെ ഒരു കുഞ്ഞിനെ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ എങ്ങാനും പാളിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗേറ്റിലൂടെ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. ഇത് മെയിൻ ഗേറ്റ്. ഇവിടെ കമ്മിറ്റിക്കാണ്. ഈ ഗേറ്റ് അങ്ങനെ ഒരിക്കലും പോകാൻ നിൽക്കരുത്. ഇവിടെ ആനപ്പൊട്ടിലാണ്. ആന ചവിട്ടി കൊല്ലും. പിന്നെ നമുക്കുള്ള ഏക വഴി ഇടുങ്ങിയ വഴിയാണ്. ഇതിലെ വേണം നമ്മൾ വെളിയിൽ കിടക്കാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താണ്? അപ്പൊ നമ്മൾ ഇന്ന് ബാല കളിക്കാൻ പോവാണോ അതോ വിഗ്രഹം മോഷിക്കാൻ പോവാണോ? വിഗ്രഹം മോഷിക്കാൻ? എടാ, ബാല കളിക്കാനാ പോണത്. അഥവാ ബാല കൊടുത്താൽ രക്ഷപ്പെട്ടു പോകാനുള്ളൊരു വഴി വേണ്ടേ? അതിനുള്ള പ്ലാനാണ്. വേണ്ടപ്പോ ഞാൻ അവർക്ക് വിഗ്രഹം മോഷിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ചുമ്മാ ഡയലോഗ് അടിച്ചിരിക്കും. സെറ്റൊക്കെ കയറ്റും. സെറ്റൊക്കെ എപ്പോഴും വണ്ടേ കയറ്റി റെഡിയാക്കിയിട്ടില്ലേ? എല്ലാം കയറ്റി. പിന്നെ എടാ, മറ്റേ അരിങ്ങോടായിട്ട് അഭിനയിക്കണം ചെയ്യാം. അയ്യോ, അവനോട് വേഷമൊക്കെ കണ്ടാണല്ലോ. കുടുമിയൊക്കെ വെച്ചോടെ നിക്കണം. ഞാൻ കണ്ട അരിങ്ങോട്ടെ നേരെയുള്ള ഇങ്ങോട്ട് സൈക്കിളിലൊക്കെ പോകണേ. ഞാനും കണ്ടല്ലേ. അരിങ്ങോട്ട് സൈക്കിളിൽ പോയി. എന്റെടാ, നീ ഫസ്റ്റ് പരിപാടിക്ക് തന്നെ കുടിച്ച് കുന്തം പറഞ്ഞാണോ വന്നെ? ആശയം അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ രണ്ടെണ്ണം അടിച്ചോളൂ. ടെൻഷൻ കാരണം ഫസ്റ്റ് പരിപാടിയില് രണ്ടെണ്ണം അടിച്ചു, ടെൻഷൻ മാറി. രണ്ടെണ്ണം അടിച്ചപ്പോ നിന്റെ ടെൻഷൻ മാറി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയില്ലേ? നീ എവിടെ താമസിച്ചാണോ പരിപാടിക്ക് പറഞ്ഞേ? ഞാൻ താമസിച്ച് വരുന്നത് കൊണ്ടല്ല സാർ. വരുന്ന വഴിക്ക് എന്നെ സൈക്കിളിനെ ഇവിടെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചെങ്കിൽ നമ്മുടെ സമിതിയുടെ പേര് പറഞ്ഞാൽ പോലെ അവർ വിടത്തില്ലേ? അത് പറഞ്ഞപ്പോഴേ എന്നെ പിടിച്ചകത്തിട്ട് ഇടിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിൻ സരസുവിന്റെ ആളാന്ന് പറഞ്ഞു. സരസുവിന്റെ ആളാണോ? സരസു തിയേറ്റേഴ്സിൽ എടുത്ത് പറയണ്ടേ? അത് പറയാനുള്ള സമയം അവർ തന്നില്ലല്ലോ. ഇങ്ങനെ ഈ ട്രോഫി കളിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ വാസന്തി തുടക്കത്തിലെ ഉടപ്പുണ്ടാക്കല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഡ്രസ് ബംഗാളി വന്ന് ഒളിഞ്ഞു നോക്കി. ഞാനിവിടെ ഉള്ളപ്പോഴാ? അതല്ല, ഞാനിവിടെ ഓണറായിട്ട് നിൽക്കുമ്പോ ആരാണ് ഇവിടെ ഒളിഞ്ഞു നോക്കിയത്? അപ്പൊ അതല്ലേ പറഞ്ഞ ഞാൻ ബംഗാളിയാണ്. ബംഗാളിയാണ്? എന്നാ വാസന്തി നീ ടെൻഷൻ അടിക്കണ്ട. ബംഗാളിയല്ല, ഒരു ഭാഷ നീ ഒളിഞ്ഞു നോക്കിയോ എന്നാണ് ചോദിച്ചത്. ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ ഒളിഞ്ഞു നോക്കിയോ? तुम्हारा जमाना चले लगो चरा मारे जाना भरते पजरीना ചാവറ ചിക്കി മേലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവള് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്ക് തോന്നി. ഇയാൾ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ ഞാൻ കണ്ടതല്ലേ? ഞാനും കണ്ടതാ. ഞാൻ കണ്ടല്ല, പക്ഷെ ഞാനും കണ്ടതെന്ന് പറഞ്ഞില്ലേ? അത് ശരി. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഒളിഞ്ഞു നോക്കാത്തായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ? അതല്ല പറഞ്ഞത്. ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാണ്. ശിവൻ ഇവനാണല്ലോ ശിവൻ. നീ എന്നാ ചെയ്തോ? നീ എന്നാ ചെയ്തു? ഞാനാ? നീ ശിവൻ എന്നാവും പറഞ്ഞോളൂ. എന്നാ ചെയ്തത്? ഞാനൊന്നും ചെയ്ത് ശിവൻ എന്നാ ചെയ്തു? ശിവൻ എന്നാ? ശിവ ശിവ ഫോൺ വിളിച്ച ഫോണോ? ഫോൺ വിളിച്ചിട്ട് അതെ സുനോണോ? നീ ഇവിടെ ഫോൺ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? സവാല കച്ചിനി സാരി കസപ്പല്ല കുച്ചിലാവും. സാരി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നല്ല ചെറാലിക ഇവിടുത്തോ ചിക്കലപ്പനാശൊക്കെ ചൂര എനിക്ക് പിടികിട്ടി. നിങ്ങൾ രണ്ടുപേരെയും കൂടെ കമ്പനിയാവും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ അവരുടെ കുറ്റം പറഞ്ഞു വന്നിരിക്കുമല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ബംഗാളിനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടോ. ബംഗാളിനെ പറഞ്ഞു കൊടുത്ത പ്രശ്നമില്ല. ബംഗാളിൽ പറഞ്ഞു വിട്ടാൽ ആര് സെറ്റ് കിട്ടും? ഞാൻ കിട്ടും. നീ ഞെട്ടും. കഥ കാര്യമല്ലേ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും വാശിയിലാണല്ലോ. ഞാൻ മോളിക്കറിയാൻ കിട്ടും, നീ മോളിക്കറി കിട്ടും. അവനൊരു ബെർമുടയെങ്കിലും ഉണ്ട്. നീ വാശി കാണിക്കാൻ മോളിക്കറി. നിന്റെ വാശി ഞങ്ങൾ കാണേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടിച്ചിട്ട് കാര്യമില്ല. പരിപാടി തുടങ്ങേണ്ട സമയത്ത് ചെല്ലണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഈ ഇന്റർവെല് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാശാന്? എന്റെ പൊന്നു വാസന്തി, എന്താ ആശാനെ? നീ കൂടെ സഹകരിച്ചത് എങ്ങനെയെങ്കിലും ഇന്റർവെല് വരെ ഒന്ന് എത്തിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം കേട്ടോ. എന്നാ പോയി എല്ലാരും എത്തിയല്ലോ. ഒരാള് വന്നിട്ടില്ല. അതായത് ഈ തുമ്പോളാർച്ച വരുന്നുണ്ട് എന്ന് ഓടി വന്ന് പറയുന്ന ഒരാളില്ലേ, സുനി എന്ന് പറഞ്ഞ അവൻ വന്നിട്ടില്ല. ഉണ്ട്.
ആളുണ്ടാ ആരും ഈ ബംഗാളിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ലൈവായിട്ട് ഡയലോഗ് പറയാനുള്ള മലയാളം പറയണ്ട, അല്ലാണ്ട് ബംഗാളി ഭാഷയല്ല പറയണ്ട. തെറ്റിക്കും അവൻ. തുമ്പോരാച്ചൻ വരുന്നുണ്ട് എന്നല്ലേ ഡയലോഗ്? അതെ, അത് ഹിന്ദിയാടാ. അത് ഹിന്ദിയാണോ? ബോൾ അത് ഹിന്ദിയാ. പിന്നെ ആർച്ച അതിൽ ഇറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അത് ഇല്ലേ. അപ്പൊ അതെ, നിന്നെ ഇന്ന് മുതൽ അറത്തിലെത്തും. അഭിനയിക്കണം. അപ്പൊ നീ നാളെ നോക്കുമ്പോൾ ഓടി വരണം. ഓടി വരണം. ഓടി വന്നിട്ട് പറയണം, തുമ്പോരാർച്ച വരുന്നുണ്ട്. കയ്യടി മേടിക്കും. ഓടി വന്നിട്ട് പറയുന്നു, ബോൾ ആർച്ച. എന്റെ രാവി അച്ഛനടക്കൊരു ഇരുചേട്ടന് വല്ല മുടക്കമുണ്ടോ? ഒന്നും പറ. ബോൾ ആർച്ച. എടാ, നിനക്ക് തോന്നിയ ഒരു തീർച്ചയായിട്ടും അടപ്പാണ് വിഷയാകും. ഇത്തരം നടപടിയുള്ള കേസല്ല. വേണ്ട സ്ഥലത്തേ കേറ്റാവുള്ളൂ. മനസ്സിലായി? തുമ്പോൾ ആർച്ച വരുന്നുണ്ട്. പറഞ്ഞേ, തുമ്പോൾ ആർച്ച വരുന്നുണ്ട്. തുമ്പോൾ ആർച്ച വരുന്നുണ്ട്. ഇവൻ ഇന്ന് തകർക്കും. ഇനി മുതൽ ഇവനായിരിക്കും ഈ വേഷം ചെയ്യുന്നു. എല്ലാവരും വണ്ടി കയറും. കയറൂല്ലേ? പോവല്ലേ? വണ്ടി കയറും. വണ്ടി വിടല്ലേ? ഞാനുണ്ട്. എല്ലാരും വിളിച്ചിട്ട് പരിപാടി തുടങ്ങട്ടെ. തുടങ്ങിച്ചിരിക്കണം. വന്നേ പരിപാടി. എല്ലാം റെഡിയാ. മേക്കപ്പ് എല്ലാം ഓക്കെ അല്ലേ? അതെ, എല്ലാരും റെഡിയാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നാടകം തുടങ്ങാം. പിന്നെ ഈ നാടകത്തിന്റെ തുടങ്ങുന്ന ഇടയ്ക്ക് അനൗൺസ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ പേരും ഈ സ്പോൺസറുടെ പേരും ഒന്ന് ബൂസ്റ്റ് ചെയ്തൊന്ന് പറഞ്ഞേക്കണം. ഇതൊക്കെ പറയേണ്ട കാര്യം നിങ്ങൾ സ്ഥിരം പരിപാടിയല്ല. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാ മതി. തൃപ്പംകോട്ട് ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലെ ഉത്തം സ്കന്ദ ഷഷ്ടി മഹോത്സവം. എന്താ വെച്ചാൽ ഒന്നുമില്ല. പെട്ടെന്നൊരു പരിവേഷം. അശാനെ, പെട്ടെന്നാട്ടോ പരിപാടി തുടങ്ങാം. ആൾക്കാർ വന്നു. പതിവില്ലാത്തൊരു തിരക്കാണ് ഇന്ന്. ഇന്നത്തെ പരിപാടി തുടങ്ങണ്ടേ? എന്താ ചാണി? സന്തോഷിച്ചോ? ഷട്ടി എടുത്തിന് എന്തോ പറഞ്ഞു. നിന്റെ അച്ഛനെ വായിക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ചു? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ഞാൻ ഹാപ്പിയാണ്. നിനക്ക് പൊതുവെ എന്നോടൊരു നീരസമുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ അനൗൺസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എല്ലാം അങ്ങ് കയ്യേറി ചെയ്യുന്നു അല്ലേ? കഴിവുള്ളവരെ അങ്ങനെയാണല്ലോ. എന്നാൽ ഞാൻ അതിന്ന് തോണ്ടി നിർത്തി. ഫസ്റ്റ് പരിപാടി തൊട്ട് നീ തന്നെ അനൗൺസ് ചെയ്തു. അച്ഛന് നേരാണോ പറഞ്ഞത്? സത്യം, ഞാൻ മാറി. സന്തോഷമായി. എന്റെ ഈഗോയൊക്കെ ഞാൻ പടികടത്തി. ആവശ്യത്തിന് ഇവിടെ നവരസം കാണിക്കാതെ വായിക്കാൻ തുടങ്ങണ്ടേ? അത് ആശാൻ തന്നെ പറഞ്ഞു. അത് ഞാനത് നീ സെക്രട്ടറി അല്ലേ? ബേസ് ഉള്ള ആളല്ലേ? നീ പറഞ്ഞു. ഹലോ ഹലോ. ഞാൻ നോക്കിയത്. നീ പറയാൻ തുടങ്ങാൻ. ഞാൻ സെക്രട്ടറി സ്ഥാനം ഡിവിഷൻ രാജിവെച്ചിരിക്കും. വരക്കുണ്ടെങ്കിലും ഒന്ന് പറയും. ഇല്ല, പണി ആകെപ്പാടും. ഞാൻ ഇവിടെ ഇരിക്കണ്ടേ? ഞാൻ കേറണ്ടേ? പെണ്ണ് കൊടുത്തല്ല, കയ്യിൽ നിന്ന് തെല്ലിപ്പോയത്. മതി.
കൊലക്കൊടുക്കാൻ നോക്കുവാനുണ്ടോ എന്നോട് കാണിക്കണേ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സീഡ്സ് കാച്ചാണ്. പറഞ്ഞാലും കണ്ണപ്പ ചേവരി കൃത്യമായിട്ട് പറ. കണ്ണപ്പ ചേവർ കണ്ണപ്പ ചേവരി പാണനെ ഇസി നാളായല്ലോ പുത്തൂരം തറവാട്ടിലിട്ട് കണ്ടിട്ട്. അത് ഞാൻ പറയാം. വള്ളൂർ നാടുകളിലും കൊല്ലത്ത് നാടുകളിലും ഒരു യാത്രയ്ക്ക് പോയതായിരുന്നു. പറഞ്ഞാലേ വള്ളൂർ നാട്ടിലെയും കൊല്ലത്ത് നാട്ടിലെയും യാത്ര ഇത്തിരി കഠിനമായിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? പറഞ്ഞ വാക്കുകളിലൂടെ മനസ്സിലായി. പറഞ്ഞാലേ ആരോമലുണ്ണി വരുന്നുണ്ട്. പാടി പുകഴ്ത്തിയാലും ആരോമലിനെ പാടിത്തന്നെ പോടുന്നുണ്ടോ? പറഞ്ഞു പൂട്ടിയാലും പോരെ. പാണം പാടണം. പാടിയില്ലെങ്കിൽ എല്ലാം താറുമാറാകും. വിളക്കുപോലെ ചന്ദനക്കാതൽ പോലെ പുത്തൂരം അല്ല ആണല്ലേ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? എന്റെ ആരോഗ്യമുണ്ടെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എങ്കിൽ അതെല്ലാം ഒരു പാട്ടായി പറഞ്ഞാലും. ഒന്ന് കൂടപ്പുറപ്പെ ആരോഗ്യം ഒരു വിശ്വാസമില്ല, സുഖമായിട്ട് പോകുന്നു കുടുംബം. എന്നിട്ടും പാണന്റെ മുഖത്തിന് വൈക്ലഭ്യം ഞാൻ കാണുന്നു. ഞാൻ ആരോഗ്യനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞാലും ഞാൻ ഈ സ്റ്റേജ് വിട്ട് മറ്റൊരു ദേശത്തിലേക്ക് പോയാലോ എന്നൊരു ആലോചന. അങ്ങനെയാണെങ്കിൽ ഇവനെന്തിനാണ് ഇപ്പൊ വന്നത്? ഇതിന്റെ സീൻ ഇപ്പോഴും വെള്ളം അടിച്ചപ്പോഴും ഞാൻ കരുതിയതാ. അരിങ്ങോടെന്താ അസമയത്ത് പുത്തൂരം വീട്ടിൽ? അപ്പോ ഈ സമയത്തല്ലേ ഞാൻ വരേണ്ടത്? ഇതെല്ലാം നിന്റെ സമയം. പോടാ കള്ളം കുടിച്ച് വരുന്നതേ ഉള്ളൂ. പുത്തൂരം വീട്ടിന്റെ താഴ്വഴിയിലൂടെ പോയപ്പോൾ ഒന്ന് കൈറേറ്റി പോകാമെന്ന് കരുതി. കാണാതെ പോയാൽ നിങ്ങൾ പറയില്ലേ ഈ അരിങ്ങോട്ടർക്ക് നാണമാണെന്ന്? ഞാൻ ഇനിയും വരാം. പറഞ്ഞുണ്ട്. ആയിക്കോട്ടെ, പൊക്കോളൂ. എന്നാ പിന്നെ ഞാനും പാടനും കൂടി അകത്ത് പോയി ഒന്ന് ശ്രമിക്കാം. ആരോമൽ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാട്ടെ. എന്റെ ആറന്മുള പൊന്നമ്മേ, അല്ല യോഗന്നാർക്കാവിലമ്മേ, ഈ പുത്തൂരം വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഉച്ചകുത്തി പോകാനാണോ ഈ ആരോമലിന്റെ വിധി? അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? ചിലർ സമയത്ത് വരുന്നു, ചിലർ സമയം തെറ്റി വരുന്നു, ചിലരെയാണെ വരേണ്ട സമയത്ത് കാണുന്നുമില്ല. തുമ്പോലാർച്ച ഇന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നു. ഇന്ന് തുമ്പോലാർച്ചയും തോഴിമാരെയും ഞാനൊരു പുതിയ അടവ് പഠിപ്പിക്കുന്നുണ്ട്. ആരോമലിന്റെ ആ അടവ് ഇവിടെ നടക്കൂല. അരിങ്ങോട് എന്താ വീണ്ടും അസമയത്ത് പുത്തൂരം വിട്ടി? അപ്പൊ എന്റെ സമയം ഇപ്പോഴും ആയില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? എന്നാൽ പിന്നെ ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാം. ആയിക്കോട്ടെ. അതിങ്ങോട്ട് പോകാൻ വരട്ടെ. എന്താ? എന്തായാലും വന്ന സ്ഥിതിക്ക് വാള് വെച്ചിട്ട് പൊയ്ക്കൂടെ? എടി, ഞാൻ രണ്ടെണ്ണം അടിച്ചെന്നും പറഞ്ഞ് ചാത്തന്നൂർ വിശ്വം ഞാൻ സ്റ്റേജിൽ വാള് വെച്ചിട്ടില്ല. ഈശ്വരൻ അതല്ല പറഞ്ഞത്. ഈ രംഗത്തെടുക്കാനുള്ള ഉടപാട് ഞാൻ എടുത്തിട്ട് അതൊന്ന് തന്നിട്ട് പോവാൻ.
തുമ്പോനാർച്ച ചോദിച്ചാൽ ഒരു വാള് തരാതെ പോകുന്നത് പോലെ ഈ അരിങ്ങോടൻ അത്ര ദുഷ്ടനൊന്നുമല്ല. ഇതാ പിടിക്കുക, കൊണ്ട് കളയരുത്. ആരോമശേഖവരെ കൈയും മെയ്യും അനങ്ങിയിട്ട് നാളായി. നമുക്കൊന്ന് പയറ്റി നോക്കിയാലോ? വേണോ? വേണം. അനുരാഗകളരിയിൽ അംഗത്തിനു വന്നവളെ ഒരികത്തിൻ ചൊരിക തടുത്താൻ പരിചയില്ല. നിന്റെ മലമികയാകും ശരം മടക്കാൻ മനസ്സുമില്ല, കൊല്ലും മനസ്സുമില്ല. ആരോമലേ, എത്രയും വേഗം ഒരു അംഗത്തിന് പോവാൻ തയ്യാറായിക്കൊള്ളിൻ. അംഗമോ? ആരോരി? ആരോട്? ഒതേനുമായി. വൈ? എന്തിന്? ഞാനും ഒതേനും അങ്ങാടിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു വാക്ക് തർക്കം. ഉടനെ ഞാൻ കയറി അംഗം കൊളുത്തി. തുരന്തരവാട്ടിലെ കാരണവന്മാർ ചായ കുടിക്കാൻ പോയാൽ ചായ കുടിച്ചിട്ട് പറ്റാണ് കുടിക്കേണ്ടത്, അല്ലാതെ അംഗമല്ല. ആരോമലേ, ഞാൻ അംഗം കുറിച്ചുപോയി, ഞാൻ വാക്ക് കൊടുത്തുപോയി. വാക്കാണ് ഏറ്റവും വലിയ സത്യം. കണ്ണപ്പച്ചവരെ അരിങ്ങോടർ വന്ന സമയം വളരെ നന്നായി. അരിങ്ങോടരല്ലേ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഞാനിപ്പോൾ വന്നതും ശരിയല്ല എന്നുണ്ടോ? ഇല്ല, അരിങ്ങോടർ വന്ന സമയം ഇത് തന്നെ ശരി. അതെ അതെ, ഇപ്പോഴും അരിങ്ങോടർ വന്നില്ലെങ്കിൽ അരിങ്ങോടർക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടായില്ല. അന്നപ്പച്ചവരെ, ഈ പുത്തൂരം കലവറമായി ഞാൻ രംഗത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നു. എങ്കിൽ ആ വെല്ലുവിളി ഈ കണ്ണപ്പച്ചകൾ സ്വീകരിച്ചിരിക്കുന്നു. ആരോമലേ, അംഗത്തിന് തയ്യാറായിക്കൊള്ളി. അച്ഛനെന്ന കുറിച്ച് ഞാനെന്തിന് തയ്യാറാവണം? ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ, നീ തയ്യാറായത്. എന്താ അച്ഛനും മകനും തങ്ങളൊരു ഗൂഢാലോചന, ഒരു കുശുകുശുപ്പ്? അച്ഛനും മക്കളൊക്കെ ആകുമ്പോൾ ആ കുശു തന്നൊക്കെ ഇരിക്കും. എന്നാൽ പിന്നെ നമുക്ക് അമ്മത്തൊട്ടിൽ വെച്ച് കാണാം, അങ്കത്തട്ടിൽ വെച്ച് കാണാം. ആരോമലേ, നിനക്ക് തുണയായി ചന്തു പോരും. ചന്തു എവിടെ? ചന്തു, ചന്തു. ഈ ജന്തുവിന് ഒരു സമയത്തും വിളിച്ചാൽ കേൾക്കില്ല. സന്തു, ആരോമലിന് തുണിയും കൊണ്ട് നീ തന്നെ പോണം. തുണിയായിട്ട്? അല്ല, ആരോമലിന് തുണിയായിട്ട് നീ തന്നെ പോണം. അപ്പൊ എന്തായാലും പരിശീലനം നടക്കട്ടെ. ആയിക്കോട്ടെ. നീ എന്റെ സൗകര്യക്ക് മെസ്സേജ് അയക്കുമല്ല, നീ എന്റെ സൗകര്യക്ക് മെസ്സേജ് അയക്കുമല്ലേ? നിന്നെ വെട്ടിക്കൊല്ലണം. നീ ഇന്നലെ പിടിച്ചു മാറ്റി. ആരോമലേ, വാശി കാണിക്കുന്നത് പുത്തൂരും തറവാട്ടിലല്ല, അങ്കത്തട്ടിലാണ് വാശി കാണിക്കേണ്ടത്. എത്ര വേഗം അംഗത്തിന് പോവാൻ തയ്യാറായിക്കൊള്ളിൽ. അച്ഛൻ മകനെ അനുഗ്രഹിച്ചു, അമ്മ മകനെ അനുഗ്രഹിച്ചു, മറ്റുനൻ ചന്തുവും ഒന്നിച്ചു ചെയ്തോ അംഗത്തിനായി പുറപ്പെട്ടു. അംഗത്തിന് പോയതിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. വലിയ വിവരമുള്ളവന്മാരാണ് ഇങ്ങനെ വെട്ടാനും കുത്താനും പോവോ? അച്ഛാ,
എനിക്കെന്തോ ഒരു പേടി പോലെ. ഇനി ശേഖർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? ഇല്ല മകളെ, ഒന്നുമില്ല, പേടിക്കാനില്ല. സാധാരണ ആരോമൽ ചേവർ അംഗത്തിന് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരാൾ ഓടി വന്ന് പറയുന്നതാണ് ആരോമൽ അംഗത്തിൽ ജയിച്ചതെന്ന്. അതിനെ കാണുന്നില്ല. ഇവിടെ പോണാ, ഇവിടെ നിന്നെ അവിടെ വാടാ. നമ്മളാ ഇവിടെ അംഗം കുറിച്ചില്ലേ ആരോമലായിട്ട്? അർണോളിനെ തല കൊയ്തു. മറ്റേ കുടുംബത്തിയാണ് ഇവിടെ അംഗം പിടിച്ച ആള്. ആ പുള്ളിക്കാരന്റെ തല നമ്മുടെ ആരോമലി കൊയ്തു. എന്തായാലും ഈ സന്തോഷ വാർത്ത എന്നെ അറിയിച്ച ചേകോണി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പോക്കോ. എന്നിട്ടും ആരോമൽ ചേകോനെ കാണുന്നില്ലല്ലോ പാണ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും ആരോമലിന് മനസ്സിലാവുന്നില്ല. ആരോമലെ ആരാ ഇത് ചെയ്തത്? ആരോമലെ ആരാ ഇത് ചെയ്തത്? ചന്തു പോയി. ചന്തു പാടല്ലേ, ചന്തു അല്ല ചതിച്ചത്. അയ്യോ, ചന്തുവാണ് ചതിച്ചത്. നീ റൂട്ട് മാറ്റില്ലേ, ചന്തുവാണ് ചതിച്ചത്. എടാ മുത്തുകൊണ്ട് എന്നേക്കാൾ നിശ്ചയമാണോ നിനക്കൊക്കെ? ചന്തു അല്ല ചതിച്ചത്. പിന്നെ പരിപാടി കാണാൻ വന്ന ചന്തുവിന്റെ ഏതോ ഒരു ബന്ധുവാടാ നമ്മുടെ നാണയം കണ്ട് കലിയേറി പുറകിൽ എന്നെ മെടല് തുളച്ച് കുത്തിട്ട് പോയടാ. നോക്കി നിൽക്കാതെ എന്നെ ആശുപത്രി കൊണ്ടുപോടാ. ആശാനെ കഥ കഴിഞ്ഞിട്ടില്ല. ഇനിയും കിടന്ന എന്റെ കഥ കഴിയും. പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോടാ.